ഇന്നത്തെ വചനം 10-ാം സങ്കീർത്തനം. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞിരിക്കുന്നതെന്ത്? ദുഷ്ടൻ്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു. ദൈവം ഇല്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും. അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതവണ്ണം ഉയരമുള്ളവ. തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു. മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിലെന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ച് പിടിക്കുന്നു. അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു. അഗതികൾ അവൻ്റെ ബലത്താൽ വീണുപോകുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവേ, എഴുന്നേൽക്കണമേ. ദൈവമേ, തൃക്കൈ ഉയർത്തണമേ. എളിയവരെ മറയ്ക്കരുത്. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കി കണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അനാഥന് നീ സഹായിയാകുന്നു. ദുഷ്ടൻ്റെ ഭുജത്തെ നീ ഒടിക്കണമേ. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. യഹോവേ എന്നേക്കും രാജാവാകുന്നു. ജാതികൾ അവൻ്റെ ദേശത്തു നിന്ന് നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിലുള്ള മർത്യനിനെ ഭയപ്പെടാതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന്. യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. ആമേൻ.